ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ാം തവണയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ജനവിധി തേടുന്നത്. സ്വാഭാവികമായും 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, MP എന്ന നിലയ്ക്ക് 4ാം തവണ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം MP എന്ത് ചെയ്തു എന്നായിരിക്കും. തെരഞ്ഞെടുപ്പിൽ 2 വിഷയങ്ങൾ വരിക. ഒന്ന് രാഷ്ട്രീയം, മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങൾ. ഈ 2 കാര്യങ്ങളിലും MP എന്ന നിലയ്ക്ക് ഞാനും എൻ്റെ പാർട്ടിയും ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്ന എല്ലാവിധ സംരക്ഷണവും എല്ലാവർക്കും തുല്യമായി ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ 50 വർഷക്കാലം തുടർച്ചയായി ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത് ഞാൻ അതിനാണ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര ഭരണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ തെരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ ഒരു ഭരണം പുനഃസ്ഥാപിക്കാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുള്ളത്. അത് 6000 കിലോമീറ്റർ യാത്ര ചെയ്തു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ ദേശീയ കാഴ്ചപ്പാട്, രാഷ്ട്രീയ കാഴ്ചപ്പാട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ കാണുന്നത് നിലവിലുള്ള BJP ഭരണത്തെ താഴെയിറക്കുക. അതിൻ്റെ ചില സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ആ പ്രസംഗമൊക്കെ BJPക്ക് വല്ലാതെ ഭയമുണ്ടാക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2004 ഷൈനിങ് ഇന്ത്യ എന്ന മുദ്രാവാക്യം വിളിച്ച വാജ്പേയിക്ക് ഒടുവിൽ പരാജയം നേരിടേണ്ടി വന്നു. അന്ന് മാധ്യമങ്ങൾ തന്നെ എഴുതിയത് വീണ്ടും വാജ്പേയി വരുന്നതാണ്. പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് രാഷ്ട്രീയമാണ്. ഒരു ഫാസിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാടാണ് കോൺഗ്രസിനുള്ളത്. എക്കാലത്തും അതാണ്. ഗാന്ധിജിയുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒരു പാരമ്പര്യം അതാണ്, പൈതൃകം അതാണ്. അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. വികസനമെന്ന് പറയുമ്പോൾ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂൻസി 15 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതും യു.പി.എ ഗവൺമെൻറ് കാലത്താണ് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറയുന്നത് PMSSYയുടെ കീഴിലാണ്. 200 കോടിയുടെ പ്രോജക്റ്റാണ്. അത് യാഥാർത്ഥ്യമായി. ഇംഹാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ന്യൂറോ സയൻസ് ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. അതുപോലെ ക്യാൻസർ സെൻറ്റർ, ടെറിഷറി ക്യാൻസർ കെയർ സെൻറ്റർ കേന്ദ്ര പദ്ധതിയാണ്. ഇതെല്ലാം കേന്ദ്ര പദ്ധതികളാണ്. അതുപോലെ CRC കോമ്പസ് റീജിയണൽ സെൻറ്റർ, അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇതൊക്കെ കേന്ദ്ര പദ്ധതി UPയുടെ കാലത്ത് വന്നതാണ്. അതുപോലെ തന്നെയാണ് വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ UPയുടെ കാലത്ത് വന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ ഏറ്റവും ഒടുവിലായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പ്രോജക്റ്റ് ഉൾപ്പെടെ 471 കോടികൾ ഉൾപ്പെടെ എടുത്തു പറയാൻ സാധിക്കാവുന്ന നിരവധി കേന്ദ്ര പദ്ധതികൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കോഴിക്കോട് നടപ്പിലാക്കാൻ സാധിച്ചു, ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ. ഇനിയത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. ഇനി കോഴിക്കോട് എയിംസ് ആശുപത്രി സ്ഥാപിക്കുക നിർബന്ധമായും. അതുപോലെ ബേപ്പൂർ പോർട്ട് വികസിപ്പിക്കുക. അതുപോലെ നേരത്തെ ഉണ്ടായ സർവേ, ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, മലപ്പുറം അങ്ങാടിപ്പുറം റെയിൽവേ ലൈൻ, റെയിൽവേ ബോർഡ് മുമ്പിൽ കിടക്കുകയാണ്. അത് യാഥാർത്ഥ്യമാക്കുക. അതുപോലെ തന്നെയാണ് കൂടുതൽ IT കമ്പനികൾ കോഴിക്കോട് കൊണ്ടുവരിക. കൂടുതൽ ട്രെയിനുകൾ കോഴിക്കോട് നിന്ന് ആരംഭിക്കുക. അത് ജനങ്ങൾ. അതുപോലെ ലൈറ്റ് മെട്രോ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ചതാണ്. പിന്നീട് LDF ഗവൺമെൻറ് അത് ഓഫീസ് ഉൾപ്പെടെ
ഒഴിവാക്കിക്കൊണ്ട് അത് അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള വളരെ നാടിനും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മുദ്രാവാക്യവും അതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം നടപ്പിലാക്കി അതുപോലെ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം.